വെൽക്കം എവരി വൺ. നമ്മൾ ഇന്ന് സക്സസ് സ്റ്റോറി, യൂണിക്കോൺ സ്റ്റോറി പറയുന്നത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കമ്പനിയാണ് ക്യാൻവ. ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നവർക്കെല്ലാം നമ്മൾ ഡിസൈന് വേണ്ടിയിട്ട് എപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നതാണ്, നമുക്ക് ഫ്രീ ആയിട്ടൊക്കെ കിട്ടുന്നതാണ്. അവരുടെ ഒരു റെവല്യൂഷണറി ഡിസൈനാണ്. അതുകൊണ്ടാണ് അവരെ നമുക്ക് യൂണിക്കോൺ ആകാനായിട്ട് സഹായിച്ചത്. അപ്പോൾ ഇവർ തുടങ്ങിയത് ഓസ്ട്രേലിയ സിഡ്നിയിലാണ് തുടങ്ങിയത്. അപ്പോൾ ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസൈൻ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാവരും, എന്തെങ്കിലും ഡിസൈൻ ചെയ്യുന്നവർക്കെല്ലാം ആരും ഇല്ലാതെ പോലും ഡിസൈൻ ചെയ്യാവുന്ന അവസ്ഥയിലേക്ക് നമ്മൾ വന്നത് ക്യാൻവയാണ്. അപ്പോൾ ക്യാൻവ ഈ സിസ്റ്റത്തെ നമ്മുടെ ഈ രീതി അങ്ങ് റെവല്യൂഷനൈസ് ചെയ്തു. അപ്പോൾ അതിനൊരു വിഷ്വൽ കണ്ടൻറ് ഉണ്ടാക്കുന്ന എല്ലാവർക്കും. അപ്പോൾ ഈ ക്യാൻവ ശരിക്കും ഇത് തുടങ്ങിയത് തന്നെ ഓസ്ട്രേലിയയിൽ തുടങ്ങിയത് തന്നെ മെലാനി പെർക്കിൻസൺസ് ആൻഡ് ക്ലിഫ് ഒബ്രക്ട്സ് ആൻഡ് കാമറൂൺ ആഡംസ്, ഈ 3 പേരാണ്. അപ്പോൾ മെലാനി ഒരു ഇൻസ്പിറേഷൻ കിട്ടിയ ഡിസൈൻ എല്ലാവർക്കും ആക്സസിബിളാണ്, ലോകത്തെ എല്ലാവർക്കും. അപ്പോൾ ഇപ്പോൾ സ്റ്റുഡൻസ് പലപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നതൊക്കെ കണ്ട്, കോംപ്ലക്സ് സോഫ്റ്റ്വെയറിലൊക്കെ ചെയ്യുന്ന കണ്ട് അതിനൊരു ഒരു പ്രശ്നത്തിന് പരിഹാരമാണ്, ഒരു നീറുന്ന പ്രോബ്ലത്തിന് പരിഹാരമാണ്. അപ്പോൾ ക്യാൻവ ആദ്യമേ തന്നെ ഫേസ് ചെയ്തത് ഇൻവെസ്റ്ററുടെ ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ അവരെങ്ങനെ റീഇൻഫോഴ്സ് ചെയ്യും, അവരെങ്ങനെ വിശ്വസിപ്പിക്കും. അപ്പോൾ അവർ യൂസർ ഫീഡ്ബാക്ക് എപ്പോഴും കൊടുക്കുക, ഫൈൻ ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുക പ്ലാറ്റ്ഫോമിലിട്ട്. അപ്പോൾ അങ്ങനെ ഈ യൂസേഴ്സ് ഒരുപാട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഒരു ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ഗ്രോത്ത് അവർക്കുണ്ടാകുന്നത്. അപ്പോൾ അവർ പാർട്ട്ണർഷിപ്പ്, പർട്ടിക്കുലർലി പാർട്ട്ണർഷിപ്സ് ഫ്രം ദ റെഫറൽസ്, അവരുടെ ഫണ്ട് റേസിങ് ജേർണി ഇപ്പോൾ ഇനിഷ്യൽ സെക്ടറിൽ തന്നെ അവർ തുടങ്ങുന്നത് ജസ്റ്റ് $3 million ആണ്. അപ്പോൾ സീഡ് ഫണ്ടിങ് ആയിട്ടാണ് അവർ തുടങ്ങിയത്. അപ്പോൾ ഇവർ 3 പേർക്കും കാര്യം, ഇവർ ജസ്റ്റ് 3 നമ്മൾ ഇൻഡിവിജ്വൽസ് മാത്രമായിരുന്നു, അവർക്ക് ഫണ്ടൊന്നും ഇല്ലായിരുന്നു. അപ്പം തീരെ ഫണ്ടില്ലായിരുന്നു. അവർ 3 പേരും ഇതൊരു വലിയ സ്വപ്നമായിട്ട് അവർ സംസാരിച്ച് 3 പേരുടെ ഇനിഷ്യേറ്റീവുകളാണ്. അപ്പോൾ അവർ ആദ്യ റൗണ്ടിൽ, അപ്പോൾ ഈ സീഡ് റൗണ്ടിൽ ഒരു $3 billion എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത എ റൗണ്ടിൽ ആൻഡ് ബി റൗണ്ടിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് അവർ എക്സ്പാൻഡ് ചെയ്ത് അവർ പിന്നെ അത് 2018 പെട്ടെന്ന് യൂണിക്കോൺ സ്റ്റാറ്റസിലേക്ക് പെട്ടെന്നങ്ങ് പോവുകയാണ്, ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ. അപ്പോൾ ക്യാൻവ ഇത് ആഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു കൊളാബറേഷൻ ഫീച്ചേഴ്സ് ആൻഡ് ലോക്കലൈസ്ഡ് വേർഷൻ ഫോർ ഗ്ലോബൽ ഗ്രോത്ത്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ. അപ്പോൾ അവിടെ എപ്പോഴും നമുക്ക് മാസീവായിട്ട് യൂസേഴ്സ് വരാനായിട്ട് ഒരുപാട് ഇത് കിട്ടി. അപ്പോൾ അവർ യൂണിക്കോൺ കൂടെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ അവരുടെ മിഷൻ വളരെ വ്യക്തമാണ്. അപ്പോൾ ഏതാണ്ട് 2018 തന്നെ 10 million ഗ്ലോബൽ യൂസേഴ്സ് അവർ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ആൻഡ് മേക്കിംഗ് എ മൈൽ സ്റ്റോൺ ഫോർ ദ ഫൗണ്ടേഴ്സിന് വളരെ താല്പര്യമായി. അപ്പോൾ അവരുടെ ഫ്യൂച്ചർ വിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാൻവ വേൾഡ് വൈഡ് ആയിട്ട്, അപ്പോൾ ലോകത്ത് വരുന്ന മുഴുവൻ ഡിസൈനിങ്ങിനും വേണ്ടിയിട്ട്, അത് ടൂൾ ടു ബിസിനസ്, എഡ്യൂക്കേറ്റേഴ്സ് ആൻഡ് നോൺ പ്രോഫിറ്റ്സ്, ഇവർക്കെല്ലാം വേണ്ടിയിട്ട്. അപ്പോൾ ഒരു വിഷനാണ് അവർ കൊടുത്തിരിക്കുന്നത്, പുതിയ ടൂളുകൾ, എക്സ്പാൻഡിങ് സോഷ്യൽ ഇമ്പാക്റ്റ് ഓഫ് ദ പ്രോഗ്രാം. ഇവരുടേത് വരുമ്പോഴത്തേക്കും എല്ലാ സാധാരണക്കാർക്കും അതിൽ കയറിയിട്ട് നമുക്കൊരു വിഷൻ ബോർഡ് ഉണ്ടാക്കണമെങ്കിൽ പോലും നമുക്ക് ക്യാൻവയിൽ കയറിയിട്ട് പെട്ടെന്ന് ഇൻ്റർനെറ്റിലെ ഇമേജസ് വലിച്ചിട്ടിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിതിൽ നിന്ന് ഈ മെലാനി എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്, മെലാനി നമ്മൾ നോക്കിക്കാണുന്ന അയാളുടെ പെർസിസ്റ്റൻസ് ആണ്. അത് വിജയിക്കുന്ന വരെ ഒരുപാട് പ്രാവശ്യം തളർച്ചയും തട്ടുകയും ബുദ്ധിമുട്ടുകളൊക്കെ മെലാനിയുടെ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്, ഈ ക്യാൻവയുടെ ഇതൊക്കെ. അപ്പോൾ ഇദ്ദേഹം ആന്ത്രപ്രണേഴ്സിനോട് പലപ്പോഴും റെസീലിയൻ്റ് ആയിരിക്കാനായിട്ടും റിയൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ടും, ഏതൊക്കെ റിജക്ഷൻസ് വന്നു കഴിഞ്ഞാലും യു റിജക്റ്റ് ദ റിജക്ഷൻസ്, അതിനെ സ്വീകരിക്കരുത്. ബിലീവ് ക്യാൻവാസ് മിഷൻ. അപ്പോൾ അതാണ് ഇവരെ വിജയത്തിലേക്ക് നയിച്ചത്. അപ്പോൾ നമുക്കും ഈ പറഞ്ഞതുപോലെ ക്യാൻവയുടെ സ്റ്റോറി ചെറുതായിട്ട് തുടങ്ങി 3 പേരുള്ള ഒരു ജസ്റ്റ് നമുക്ക് പറയുകയാണെങ്കിൽ ഒരു ഡിസൈൻ 3 പേര് കൂടി ചെയ്യുന്നത് പോലെയാണ് 3 million ക്യാപിറ്റലൊക്കെ എടുത്തുകൊണ്ട് ഈ ലെവലിലേക്ക് അവർ എത്തിച്ചേർന്നത്. അപ്പോൾ ഈ പവർ ഓഫ് ഡിറ്റർമിനേഷൻ ആൻഡ് ഇന്നോവേഷൻ, മേക്കിംഗ് ഡിസൈൻസ് ആക്സസിബിൾ ടു ഓൾ. അപ്പോൾ കസ്റ്റമറുടെ പെയിൻ അവർ അഡ്രസ് ചെയ്തത് കോംപ്ലക്സിറ്റി ഓഫ് ഡിസൈൻ ആൻഡ് ഗ്രാഫിക് ഡിസൈൻ ആക്സസിബിൾ ഓൾ നോൺ ഡിസൈനേഴ്സ്. എനിക്ക് വേണമെങ്കിലും എടുത്തിടാം, സിംപ്ലിഫൈങ് ദ പ്രോസസ്സ്.
കോസ്റ്റ് ബാരിയർ നിസ്സാര കോസ്റ്റിൽ, അപ്പോൾ അവിടെ ഹൈ കോസ്റ്റ് ഡിസൈനിങ്ങിന് വേണ്ടി വരുന്നത് മാറി അഫോർഡബിൾ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ചെയ്യാം. ടൈം എഫിഷ്യൻസി പെട്ടെന്ന് തീരുന്നുണ്ട്, ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് തീർക്കാം. ആൻഡ് ഡിസൈൻ ക്രിയേഷൻസ്, അപ്പോൾ നമുക്ക് പ്രീപെയ്ഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് ഉണ്ട്. നമുക്കിപ്പോൾ ബ്രോഷേഴ്സ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തോട്ട് ജസ്റ്റ് അങ്ങ് നിറച്ചാൽ മതി, ഉടനെ തന്നെ റെഡിയാണ്. ഈസി ടു യൂസ് ഇൻ്റർഫേസ്. അപ്പോൾ ഇതിൻ്റെ കൊളാബറേഷനിലൊക്കെ വന്ന ഇഷ്യൂസ് റിയൽ ടൈം ടീമിന് അതുവരെയായിട്ട് പോസിറ്റീവായിട്ട് കൊളാബറേറ്റ് ചെയ്യാനായിട്ട് പറ്റി, അതുകൊണ്ട് ഇഷ്യൂസ് തീർക്കാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോകത്തെവിടെയും ഇരിക്കുന്ന ഡിസൈനേഴ്സുമായിട്ട് അവർക്ക് ഇതിൽ കൂടെ ലിങ്ക് ചെയ്ത് എന്ത് സർവീസ് വേണമെങ്കിലും കൊടുക്കാൻ പറ്റി. അപ്പോൾ അതെല്ലാം ഈ ഒരു പ്ലാറ്റ്ഫോം അവരുടെ എഫിഷ്യൻസി ഒരുപാട് കൂട്ടി. ഫണ്ട് റേസിങ്ങിൽ അവർ ഒരു യൂണിവേഴ്സൽ പ്രോബ്ലം സോൾവർ ആയിരുന്നു. ബ്രോഡ് മാർക്കറ്റ് നീഡ് ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ ആ പ്രോഡക്റ്റാണ് അവർ ഡിസൈൻ ചെയ്ത് കൊടുത്തത്. സ്കെയിലബിൾ പ്രോഡക്റ്റാണ്. അപ്പോൾ ഈ കമ്പനി ബിൽഡ് ചെയ്തത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബലി സ്കെയിലപ്പ് ചെയ്യാനുള്ള സർവ്വതാ ഉള്ള മുഴുവൻ യോഗ്യത ഇവർക്കുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ ഈ ലോ അക്വിസിഷൻ കോസ്റ്റിൽ ഒരുപാട് ഫെയിംസ് അവർ ഏറ്റെടുത്തു. അപ്പോൾ ഇയർലി സക്സസ് അവരുണ്ടാക്കിയത് ഒരു ക്രെഡിബിലിറ്റിയിലാണ്, വിശ്വാസ്യതയിലാണ്. ഇയർലി ട്രാക്ഷൻ ഉണ്ടായി, പെട്ടെന്നൊരു കുതിച്ചാട്ടം നടത്തിയത് വിത്ത് സ്മോൾ ബിസിനസ് ഹെൽപ്പുമായിട്ടാണ്, അട്രാക്റ്റിംഗ് സ്മോൾ ഇൻവെസ്റ്റേഴ്സ്. അത് കഴിഞ്ഞാണ് സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെൻറ്റ്, ക്യാൻവ ഇൻവെസ്റ്റ് ഇൻ ടെക്നോളജി ആൻഡ് ടാലൻറ്റ് വിത്ത് ബൂസ്റ്റർ ഇൻവെസ്റ്റർ കോൺഫിഡൻസ്. അപ്പോഴാണ് ഒരുപാട് ഫണ്ട് അങ്ങോട്ട് വന്നത്. പെർസിസ്റ്റൻസ് ഇൻ ഫണ്ട് റേസിങ് കിട്ടുന്ന വരത്തേക്കും. ഇവരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറയുന്നൊക്കെ, മെലാനിയൊക്കെ പറയുന്ന കഥയെന്ന് പറഞ്ഞാൽ ആദ്യം ഞങ്ങൾ 100 പേരുടെ അടുത്തൊക്കെ ഫണ്ട് ചോദിച്ച് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞങ്ങളുടെ ആൾക്കാർ കേൾക്കാനിരിക്കാൻ തന്നെ തയ്യാറായെന്നൊക്കെയുള്ള കഥകളായിരിക്കും പറയാനായിട്ട് പോകുന്നത്. അപ്പം ഇവർ മൾട്ടിപ്പിൾ റൗണ്ട്സ് ഇവർ ഫണ്ട് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു പെർസിസ്റ്റൻസും ടൈമിങ്ങും വ്യക്തമാണ് അതിനകത്തുനിന്ന്. അപ്പോൾ ഇങ്ങനെയാണ് അവർക്ക് ഈ ഒരു രീതിയിൽ. അപ്പോൾ നമുക്ക് കാൻവയുടെ കഥ ഒരു വളരെ വലിയ കഥയാണ് ശരിക്കും. പ്രത്യേകിച്ച് അതിനകത്തൊരു 3 ഡിസൈനേഴ്സും ടെക്നോളജി കക്ഷികളോട് അവർ മാത്രമായിട്ട് തുടങ്ങിയ ഒരു കൊച്ചു ഡിസൈൻ സെൻറ്റർ തുറക്കുന്നതിന് പകരം അതിനെ ഒരു വലിയ 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 രീതിയിലൊക്കെ അവർക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും നോട്ടബിളായിട്ട് നമ്മൾ നോക്കേണ്ട പോയിന്റ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈഫ് ലൈൻ മാത്രമല്ല, ലൈഫ് ലൈന് ഹെൽപ്പ് ചെയ്യുന്ന വേറെ കമ്പനികളും ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ കമ്പനികളും എല്ലാം ഉണ്ട്. അപ്പോൾ അവരുടെ എല്ലാ സഹായത്തോടു കൂടി തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെയൊക്കെ ചാർട്ടേഡ് അക്കൗണ്ടൻസുമായിട്ട് ചേർന്നങ്ങ് ചെയ്യുവാണ്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ എടുക്കണമെന്നില്ല, അവിടെ നിന്ന് തന്നെ നിങ്ങൾ എവിടെയാണോ അവിടെയുള്ള നിങ്ങളുടെ ചാർട്ടേഡ് അക്കൗണ്ടൻസ്, നിങ്ങളുടെ കമ്പനി സെക്രട്ടറി, നിങ്ങളുടെ ലോയർ, അതില്ലെങ്കിൽ മാത്രം ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുക. കോസ്റ്റ് അക്കൗണ്ടൻറ്റ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇന്ത്യൻ മാർക്കറ്റിലും ഫോറിൻ മാർക്കറ്റിലും എങ്ങനെയാണ് നിങ്ങൾക്ക് ഫണ്ട് എടുക്കേണ്ടത്. നമ്മളിവിടെ ലോൺ എടുക്കാൻ അങ്ങനെ പഠിപ്പിക്കുന്നില്ല, അതെല്ലാവരെ കൊണ്ട് പറ്റുന്ന കാര്യമാണ്. നമ്മളതിന് പകരം നമ്മളിവിടെ പഠിപ്പിക്കുന്നത് ഈ ഗ്ലോബൽ ഫണ്ടിങ്ങും വളരെ സ്റ്റേബിളായിട്ടുള്ള ഫണ്ടിങ്ങും ഒക്കെ ചെയ്യാനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വളരാനായിട്ട് അവരുടെ എല്ലാം സഹായം കിട്ടും എന്നുള്ളതാണ്. അവരെല്ലാം നിങ്ങളെ മെൻറ്റർ ചെയ്യും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടുത്തെ ആവേശഭരിതമായ സംഭവം. നിങ്ങൾക്ക് എല്ലാം ഫണ്ട് ചെയ്യാൻ കഴിയട്ടെ. എത്രയും പെട്ടെന്ന് ലൈഫ് ലൈനുമായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ വാട്സപ്പ് അയയ്ക്കുക. ബി ഇൻ ടച്ച്. ഓൾ ദി ബെസ്റ്റ്.